ശ്രീലക്ഷ്മി അറക്കൽ, അയ്യോ ദാരിദ്ര്യം, ദ സ്യൂഡോ ഫെമിനിസ്റ്റ്. ഇവളെ പോലുള്ള ഒരുത്തിയാണ് ഈ നാടിന്റെ ശാപം. ഇവളെയൊക്കെ ആദ്യം അടിച്ച് ഈ നാട്ടിൽ നിന്ന് വെളിയിൽ കളയണം. ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം ഞാൻ എന്ത് ദ്രോഹം ചെയ്തടാ? നിനക്കത് അറിയില്ല അല്ലേ? പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ മരിച്ചതിന് ശേഷം ഇവളൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ, നന്നായി എന്ന് പറഞ്ഞിട്ട്, നന്നായി എന്ന് പറഞ്ഞ ഈ ഇമോജിയും വെച്ചിട്ടാണ് ഇവൾ ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. നീ എങ്ങനെ പറഞ്ഞോടാ? ഇവനെ എന്നാ പണലാൻ சொல்லுங்க സാമി, കൊളത്തല പോട്ടലാകമാ. ഇവള് തന്തയില്ലാത്തവളാണ്, ഇവള് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇവള് തന്തയില്ലാത്തവളാണെന്ന്. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നതിനകത്ത് ഇവക്ക് സന്തോഷം. അവന്റെ ഒരു കലാപരിപാടി, കൊല്ലണ്ടവനെ. എടി ശവം തിന്നടി, ഇതിനേക്കാളും ബലം അങ്ങേരുടെ ശവം എടുത്തിട്ട് തിന്നുന്നതാടി അതിനേക്കാളും നല്ലത്. നിങ്ങളൊരു കഴുകനാണ്, ശവത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കഴുകൻ. ഈ മരണത്തിലൂടെയെങ്കിലും ബസ്സിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തന്തയ്ക്ക് ഉണ്ടായതല്ല, അത് ഞാൻ പറഞ്ഞതല്ല. നമ്മൾ ദേഷ്യത്തിൽ പറയും നീ നല്ല തന്തയ്ക്ക് ഉണ്ടായതല്ല, നമ്മൾ ദേഷ്യത്തിൽ അടിയുണ്ടാക്കുന്ന സമയത്തൊക്കെ പറയും. ഇവള് മറ്റേ കളങ്കാവല് സിനിമ കണ്ടിറങ്ങിയതിനു ശേഷം പറഞ്ഞതാണ്, എന്റെ തന്തയും ഈ മമ്മൂട്ടിയെ പോലെ ഉള്ള ഒരാളായിരുന്നു, അങ്ങേർക്ക് ഇതുപോലെ നാട്ടിൽ ഓടി നടന്ന് കളിച്ച് പിള്ളേരെ ഉണ്ടാക്കലാണ് പണി, അങ്ങനെ ഉണ്ടായതാണ് ഞാൻ. ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു തന്തയില്ലാത്തവനാ. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഏത് പെൺകുട്ടിയാണ് ഇവിടെ സോഷ്യൽ മീഡിയ വഴി സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്? ഏത് പെൺകുട്ടിക്കാണ് ഇവിടെ സപ്പോർട്ട് കിട്ടാത്തുള്ളത്? നിന്നെ പോലുള്ള നാറികൾക്ക് ഇവിടെ സപ്പോർട്ട് കിട്ടാതിരിക്കത്തുള്ളൂ. ഇങ്ങനൊക്കെ ചെയ്താൽ ഇവളെയൊക്കെ ആരെങ്കിലും 4 പേര് ഇങ്ങനെ ഒരു അപരാധം ജീവിച്ചിരിപ്പുണ്ടെന്ന് ഓർക്കത്തുള്ളൂ. മനസ്സ് നിറഞ്ഞു, തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ.